ഞാൻ ഈ ജർമ്മനിയിൽ എത്തിയതിന് ശേഷം ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും മുക്കിലും മൂലയ്ക്കും ഒക്കെ നമുക്ക് പാർക്കുകൾ കാണാൻ പറ്റും. അതും നല്ല പീസ്ഫുള്ളായിട്ടുള്ള കാമായിട്ടുള്ള നല്ല പാർക്കുകൾ. ഈ പാർക്കുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് മാത്രമല്ല, കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ ഒരേപോലെ സോഷ്യലൈസ് ചെയ്യാനും എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല പാർക്കുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ളവർ പ്രകൃതിയെ അത്രയ്ക്കധികം സ്നേഹിക്കുന്നത് മാത്രമല്ല അതിനെ അത്രയ്ക്കും സംരക്ഷിക്കുകയും അതേപോലെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നവരുമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ എവിടെ നോക്കിയാലും നല്ല പോലെ പച്ചപ്പ് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഇവിടെ ഇത്രയധികം പാർക്കുകൾ ഉള്ളതിന് വേറൊരു റീസണും കൂടിയും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താനായിട്ട് നമുക്ക് മറ്റ് ആക്ടിവിറ്റീസ് തപ്പിപ്പോകേണ്ട ഒരു ആവശ്യം നാട്ടിൽ വരുന്നില്ല. നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ടായിരിക്കും, ഗാർഡനിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷേ ഇവിടെ കൂടുതലും ആൾക്കാർ അപ്പാർട്ട്മെൻറ്റ് ജീവിതമായതുകൊണ്ട് ആ ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ ഇരിക്കണേക്കാളും നല്ലത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് എൻഗേജ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് തപ്പി ഇതേപോലുള്ള പാർക്കിലോട്ടൊക്കെ ഇറങ്ങേണ്ടി വരും. ആ ഒരു റീസണും കൂടിയും എനിക്ക് ഇവിടെ എത്രയധികം പാർക്കുകൾ അല്ലെങ്കിൽ എത്രയധികം ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതിന് റീസണായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.